ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് അമ്മ പഠിക്കാൻ ആരംഭിച്ചത്. ഡെലിവറി കഴിഞ്ഞ് 1 മാസമുള്ള കൊച്ചിനെ ഇട്ടിട്ടാ പഠിച്ചോണ്ടിരുന്നേ. UK പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എന്തായാലും ക്രാക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്റെ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റി. ഫുൾ B സ്കോർ കാർഡ് എനിക്ക് കിട്ടി. നാട്ടിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നും അല്ല പഠിച്ചത്. ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ട് എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ എനിക്ക് ഇതൊന്നും പറ്റത്തില്ല. എന്ത് വലിയ കടമ്പയെ ഞാൻ കടന്നത്. അന്ന് ഞാൻ കയറിയ സമയത്ത് ഞാൻ എങ്ങനെ കടക്കും എന്നുള്ള ഇതായിരുന്നു. പിന്നെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് ഏറ്റവും പാട് ലിസണിങ്ങും സ്പീക്കിങ്ങും ആയിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഭയങ്കര ഡിപ്രഷൻ തോന്നിയിട്ടുണ്ട്. ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്നാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഇതല്ലാതെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫാമിലി അല്ല കേട്ടോ, എന്റെ പ്രൊഫഷനിൽ വേറെ ഒന്നും കൊണ്ടല്ല. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വിന്നേഴ്സ് മീറ്റിൽ വന്നിട്ട് ഒരു ബ്ലെസ്ഡ് അക്കാഡമിയാണ്. ശരിക്കും പറഞ്ഞാൽ അതാ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ആദ്യം തന്നെ. അപ്പോഴത്തേക്കും ഞാനും വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് വന്നത്. പിന്നെ ഷിവർ ചെയ്യുക രണ്ടാമത്തെ ടോപ്പിക്. എനിക്ക് പറയാൻ പറ്റും, പക്ഷെ ഷിവർ ചെയ്യുക. മാമിന്റെ വേർഡ്സ് അതിങ്ങനെ വരുക, നമ്മൾ പറയാം. അത് ശരിക്കും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണത്. നീതൂസിൽ ചേർന്നു. എനിക്ക് കൊറേ പറയാനുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ള ഇതില് ഞാൻ ഇരിക്കണത്. ജോലിയിലൊക്കെ കുറെ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ പാസ്സായിട്ട് നീതൂസിൽ പഠിച്ചിട്ട് പാസ്സായിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ചേച്ചിയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. സോ വീണ്ടും നമ്മള് ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റുമായിട്ട് വന്നേക്കുവാണ് അല്ലെ? അതെ, ഒരുപാട് സന്തോഷം. ഇത്രയും വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഫേസസ് കാണുമ്പോൾ ഹാപ്പിയാണോ? എന്താ ചിരി അല്ലേ? യെസ്, ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ഓക്കെ, സോണിയ ബാലൻ പറ. യെസ്, എന്ത് തോന്നുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ജേർണി? ഇപ്പൊ എത്ര എക്സൈറ്റഡ് ആണ്? എനിക്കിങ്ങനെ OET എന്നുള്ള തോട്ട് വന്നപ്പോഴേ എന്റെ ഫ്രണ്ട് വഴിയാണ് നീതൂസ് എന്നുള്ള അക്കാഡമിയിൽ ചേരാനായിട്ട്. പിന്നെ ഞാന് കഴിഞ്ഞ നവംബർ ലാസ്റ്റ് തൊട്ട് നീതൂസിലുണ്ട്. വളരെ സന്തോഷമാണ്, കാരണം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് എനിക്കിത് കിട്ടിയത്. വേറെ ഒരു അക്കാഡമിയായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല. ഫസ്റ്റ് ടൈം ആണ് അല്ലേ? ഫസ്റ്റ് ടൈം മാം. എനിക്ക് എഴുതാൻ പറ്റുമോ എന്നൊക്കെ നോക്കി പോയി, പക്ഷെ എനിക്ക് 15 മിനിറ്റ് എക്സ്ട്രാ ആയിരുന്നു. സത്യമായിട്ടും ഞാൻ ടൈമിങ് 15 മിനിറ്റ് എക്സ്ട്രാ. ഞാനപ്പം വീണ്ടും വായിച്ചിട്ട് എഴുതുവാണ്. എനിക്ക് അത്ര ഇതിൽ ചെയ്യാൻ പറ്റി. വായിച്ചപ്പോഴേ പോയിന്റ്സ് കിട്ടി. താങ്ക്സ് അലോട്ട്. ഒരുപാട് സന്തോഷം. ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്കോർ? റൈറ്റിംഗിന് 308 ആണ് അല്ലെ? സ്ട്രക്ചറിങ് എളുപ്പമായിരുന്നു അല്ലെ? ബേസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എന്തുകൊണ്ടായിരിക്കും നേരത്തെ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈസി ആയിട്ട് അത് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് കിട്ടിയപ്പോഴേ നമ്മൾ റൈറ്റിംഗ് ടാസ്കിൽ പോയി, അപ്പോഴേ കിട്ടി. പിന്നെ അതിന്റെ അതുപോലത്തെ നമ്മൾ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് 2-3 ടൈംസ്. അപ്പൊ എനിക്ക് അത് ഓൾറെഡി നോൺ കേസ് ആണെന്ന് മനസ്സിൽ കിട്ടി. പിന്നെ അധികം എഴുതേണ്ട കാര്യങ്ങളില്ല, ഹെൽത്ത് അപ്ഡേറ്റ് മാത്രം മതി. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചത് പെട്ടെന്ന് മനസ്സിൽ വന്നു. പിന്നെ എനിക്ക് ആ സെന്റൻസ് ഒക്കെ അങ്ങ് ഫ്ലോ പോലെ ശരിക്കും വന്നു. ഫസ്റ്റ് പറയുന്നത് പ്രസന്റ്ലി, കറന്റ്ലി, അതെല്ലാം വന്നപ്പോ എനിക്കറിയില്ല, എഴുതി തീർന്നപ്പോ അത് പെട്ടെന്ന് അതെനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സ്പീക്കിങ്ങിന് ചെന്നപ്പോഴും ടയേർഡ് ആയിരുന്നു. ഈവനിങ് ആയപ്പം ഞാനായിരുന്നു ലാസ്റ്റ് കാൻഡിഡേറ്റ്. അപ്പൊ അവരും ഇച്ചിരി ടയേർഡാന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു സ്പീക്കിംഗ് കിട്ടത്തില്ല, കാരണം എന്നെ ഷിവർ ചെയ്യുക രണ്ടാമത്തെ ടോപ്പിക്. എനിക്ക് പറയാൻ പറ്റും, പക്ഷെ ഷിവർ ചെയ്യുക. മാമിന്റെ വേർഡ്സ് അതിങ്ങനെ വരുക, നമ്മൾ പറയാം. അത് ശരിക്കും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളത് സ്പീക്ക് ചെയ്യാൻ വരുമ്പോ നിങ്ങൾ ചാടി വീണോളൂ. ആ ഒരു കാര്യം ശരിക്കും അന്നേരം മനസ്സിൽ തോന്നിയത്. So we will move on with Rama. Yes, Rama. Tell me, Rama. Hello, ma'am. Yeah. Yeah. Actually, Yes. I got already Ireland score previous exam. Okay. But I wanted to reading B. I was always facing issue with the A part. So when I cleared my exam in January, I thought to join for only reading. I wanted to join because Okay. my strong part is B and C. I was doing very nice, but A part Okay. is Yeah. always stuck. Okay. I Fine. used to fail in so many times in A part only. Okay. But I just only took 15 days or 20 days crash course. Yeah. Exam Because batch. other module I was very strong in listening, writing, and speaking never made me feel like low or not. But reading was Okay. like it was even though exam day in Dubai, it was very tough exam. Okay. The reading part A was very tough. Okay. And this is the first time I used Neetu's that method. Like Method. Yeah.
Yeah, the skimming and scanning. Since here I'm listening. I mean, I didn't take any coaching. Previous exam, I Okay. already given myself only. You did it But this, yourself, right? yeah, Okay. own by own. Means some materials are there through friends Mm. and all. I was taking, and Okay. I was cleared. But Okay. skimming and scanning, I actually don't know how to do that actually. So all Mm. are telling that skimming and scanning helped. But when I got into the first class of that sir, I don't know name exactly. Sir Yeah. told me what is the Vinod sir. skimming and scanning, and yeah, he made us to read what is the Mm. skimming and scanning, and Yeah. he told to mark like special words, special numbers, Okay. and special like any unknown words sentence like that. So that is one of the, because I was not doing that Mm. in previous So that experience, was a like new previous thing. Yes. New new thing strategy. that I learned. Yeah. Then slowly my score improved. And during practice also I used to get 34, 32 like that. Yeah. Great. And yeah, another is 1 to 7, always there will be 2 or 3 mistake, the previous one. Okay. 1 to 7, because Okay. some method I was following, like from 8 I'm going, so of course I'm coming back to 1 to 7. Okay. Maybe some pattern was not good, but this pattern Okay. it made Fine. me easy Mm. after that. So this time also, every time when I go to reading, the A part will becomes like column, so many columns, so many boxes, and so many Okay. MGs and all, like so many. It is like mess up, not Okay. like single topic or sentence, symptoms and treatment. It was not like that. So this Okay. time also came like insulin topic, Oh. Okay. pen drive insulin for the Okay. children's and adult. So there Mm. was so much confusion. I lost hope. But anyway, B and C part, it was very, very easy for me. So Okay. B Great. part, I got I think 6 of 6. I think B. Then Mm. C part A and Great. C part 1 and 2, maybe 6 and 5, more than 11 plus maybe Okay. 16 I got in the B part, Okay. both B Great. and C. Mm. So A part, definitely I lost hope. I thought, okay, this time also gone. Definitely we'll write next time, like that I thought. But yesterday, I was actually I started Ireland process because I lost hope. I will not get that time. I like came, like I felt a little like emotionally also. Then I started Ireland process slowly, and then Okay. yesterday suddenly message came. Then I thought, okay, let me open. But when I opened, it was like shocked. I was really shocked. I was like Yeah. How didn't was expect you? result. Yeah. It was What was like your score? 350 reading. Ireland score Okay. I got again, but Okay. in that Yeah, you reading can was club. important for me is reading only. Yeah. So reading was I got Fine. 350 B, Yeah. and writing always I very good score for me. Writing 370. Last time also 380 came previous Yeah. score, Yeah. and speaking also as usual. Good. But last listening also I got very good score. So this I can club if I want to Okay. go UK. So this is my dream actually, to go UK. Okay. So Thank you so much. so thank you so much. Actually, this Nitu Academy, since 1 year I'm asking them to join, Okay. because you are giving slot before 1 month. You cannot give suddenly, no. So that Uh-huh. was very means I was not adjusting that because Okay. so, but when you give up, like when I asked any single model, can you, then you told, yeah, there is an option to take single model. Then Okay. you, ma'am told me, Ashwati ma'am especially, thanks to her, and Okay. sir also, I would like to thank him. So Okay. then I choose a special for only reading. Then this Okay. time, this is my Okay. small testimony. Yeah. Really Thank you so great. much. We are also Yeah, so excited. At last you yeah. came here and you cleared it. Right? Yeah, Yes. definitely. Yeah, it was like Thank you. Thank you so much. before I should come, but now I. No problem. You Okay. cleared on time. Okay. Don't worry. God Yes, ma'am. bless you. Okay. Yeah, thank you so Yes. much, ma'am. Yes. Yeah. Thank you. Thank you, And dearest. also, I would like to ask them, like, I would like to process for UK. Yeah. If you Mm. would like to Yeah, give we will some details. So, exactly. okay. Okay. We will Okay. provide all the Okay. supports. Okay. Okay, ma'am. Okay. Thank you so much. Thank you. Okay. Thank you. Thank you so much, dear. Yeah, ma'am. Yes, we will move on with Meenu. Meenu, MIS, Meenu. വളരെയധികം ഹാപ്പിയാണ്. Okay. എനിക്ക് ഞാൻ മാഡത്തിനോടും മാഡത്തിന്റെ ട്രെയിനേഴ്സ് ഇൻഡ്യൂസ് അക്കാഡമിയിലെ എല്ലാ ട്രെയിനേഴ്സിനോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ.
ഓക്കെ. ട്രെയിനേഴ്സ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഡിപ്രസ്ഡ് ആയി പോയിട്ടുണ്ട്. എനിക്ക് ആദ്യം ഒട്ടും കിട്ടിയിട്ടില്ലായിരുന്നു. ലിസണിംഗ് ഒക്കെ വളരെ സ്കോർ കുറവാ കിട്ടിയിരുന്നത്. എന്നെ മാഡം ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഹാപ്പി. ഇപ്പം എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. വളരെയധികം ഹാപ്പിയാണ്. ഓക്കെ. താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ മാഡം. ഒരുപാട് സന്തോഷം മീനു. മീനുവിന്റെ റൈറ്റിംഗിന് എത്രയാണ് സ്കോർ? 400. 400 ആണ്. റിയലി ഗ്രേറ്റ്. യെസ്. അല്ലെ, ഇത് മാഡം വലിയ എന്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു അക്കാഡമി നീതൂസ് അക്കാഡമി ഞാൻ പറഞ്ഞിട്ട് എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്റെ അനുഭവം കൊണ്ട് പറയുവാണ്, നീതൂസിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്തായാലും കിട്ടുമെന്ന്. ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന് എല്ലാവരോടും ഞാൻ സജസ്റ്റ് ചെയ്ത ഒരേ ഒരു അക്കാഡമി നീതൂസ് ആണ്. നമ്മൾ എന്റെ അനുഭവം കൊണ്ട് എനിക്ക് കിട്ടിയ നമ്മൾ അതുകൊണ്ട് എല്ലാവർക്കും കിട്ടും. നീതൂസിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അവര് പഠിപ്പിച്ചെടുക്കും, നമുക്ക് കിട്ടും. വളരെയധികം നന്ദിയുണ്ട് മാഡം. താങ്ക്സ് അലോട്ട് മാം. Yes, we will move on with Sharon Abraham. Yes, Sharon. ഓക്കെ, യെസ് മാം. ഗുഡ് ഈവനിങ്. Good evening, Sharon. Yes. മാം എന്നെ ഓർക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. ഞാൻ സെക്കൻഡ് ടൈമാണ് വിന്നേഴ്സ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം എനിക്ക് Okay, അയർലൻഡ് fine. സ്കോർ ആയിരുന്നു. അന്ന് Ireland ഞാൻ score ആയിരുന്നു. മാമിനോട് പറഞ്ഞിരുന്നത് ഞാൻ UK പോകാനാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ എന്തായാലും ക്രാക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്റെ വാക്ക് പാലിക്കാൻ തീർച്ചയായും. എനിക്ക് പറ്റി. ഫുൾ B സ്കോർ കാർഡ് എനിക്ക് കിട്ടി. Yes. താങ്ക് യു സോ മച്ച് മാം. പിന്നെ ആണെങ്കിൽ March 9th ഞാൻ ദുബായിലാണ് എക്സാം എഴുതിയത്. അപ്പൊ March 9th എക്സാം ഡേറ്റ് എടുത്തപ്പോ അത് പ്രീവിയസ് ഡേ ആണ് അത് പോസ്റ്റ്പോൺ ചെയ്തത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. നമ്മൾ അത്രയും പ്രിപ്പയർ ആയിട്ട് ഇരുന്നിട്ട് പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. പക്ഷെ മാം പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ. ഷെറിൻ, ഇപ്പത്തെ സ്കോറും കൂടെ ഒന്ന് പറഞ്ഞേ, എല്ലാരും ഒന്ന് കേക്കട്ടെ. സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും 400, റീഡിങ് റൈറ്റിംഗ് 370. യെസ്, എക്സലന്റ് സ്കോർ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വിന്നേഴ്സ് മീറ്റിൽ വന്നിരുന്നോണ്ട് ഒരു കുട്ടി പറയാ, ഞാൻ ഒന്നും കൂടെ എഴുതും, എനിക്കിപ്പം അയർലൻഡ് സ്കോറാണ്, ഞാൻ ഒന്നും കൂടെ എഴുതിയിട്ട് വരുമെന്ന്. അന്നത്തെ വിന്നേഴ്സ് മീറ്റ് അറ്റൻഡ് ചെയ്തിരുന്ന എല്ലാവരും അവരുടെ സെന്റൻസ് ഓർത്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. അത് വെറുതെ പറഞ്ഞൊരു വെറും വാക്കല്ല. അതേ ആൾ ഒന്നും കൂടെ എഴുതി 4 B മേടിച്ചു. അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ കാര്യം കൂടെ കിട്ടി, 2 400. ഇതാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു പിന്നെ സോ മച്ച്. റീഡിംഗ് ആയിരുന്നു ടഫ്. ഞാൻ ഈ 3 month ഫുള്ള് വിനോദ് സാറിന്റെ ഞാൻ സാറിന് ലൈവിൽ പോയിട്ട് താങ്ക്സ് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പാർട്ടയില് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും പാനിക് ആകുമായിരുന്നു, പാർട്ടേ പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ, ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇത്തവണ എനിക്ക് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച് മാം. നീതൂസ് ഫാമിലിയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. Okay, so we will come back with Shari Mol. Yes, Shari? ഞാനാണെന്നുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ തോറ്റു പോകുന്നു വിചാരിച്ചിരുന്നവളാണ് മാം. ഞാൻ ഈ വിന്നേഴ്സ് മീറ്റ് ഒക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര ഹൃദയടിപ്പ്. അതേമോ ഞാൻ കാരണം ഇനി ഈ അക്കാഡമിക്ക് കൂടെ ചീത്തപ്പേരാവോ, അങ്ങനെയൊക്കെ ഒരു പേടിയായിരുന്നു മാം. വിന്നേഴ്സ് മീറ്റ് കാണുമ്പോൾ ഞാൻ നോക്കുമ്പോ എനിക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റുമോ, എനിക്ക് പറ്റത്തില്ലായിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അക്കാഡമി ചേരാൻ പേടിയുണ്ടായിരുന്നു. ഞാൻ ഓർക്കും ഇത് എന്നെ പോലുള്ളവർക്ക് പറ്റിയതാണോ അക്കാഡമി, എനിക്കൊന്നും ഇവിടെ ചേരാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞേടി, ഇവിടെ നീതൂസ് അക്കാഡമിയുടെ കൊണ്ട് നീ ലാസ്റ്റ് അവിടെ ഒന്ന് ചേർന്ന് നോക്ക്, നീ എന്താണേലും പാസ്സാകും എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഇവിടെ ഉള്ള 1-2 ഫ്രണ്ട്സ്, ഒമാനിലുള്ള 1-2 ഫ്രണ്ട്സും ഒക്കെ മാമിന്റെ അക്കാഡമി പഠിച്ചിട്ട് പാസ്സായിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരുടെ അടുത്തൊന്നും ചോദിച്ചില്ല, എനിക്ക് പേടിയാ. കാരണം അവരൊക്കെ വിന്നേഴ്സ് മീറ്റിൽ വന്നിരിക്കണം ഞാൻ കണ്ടതാ. അപ്പൊ എനിക്ക് വന്നിരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു മാം. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല, സീക്രട്ട് ആക്കി വെച്ചിരിക്കായിരുന്നു. എന്നെ എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്തു. രാവിലെ എണീക്കുമ്പോ തന്നെ അശ്വതി മാമിന്റെ നിങ്ങൾ പാസ്സാവും അങ്ങനെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കണ്ടിട്ടാണ് എണീറ്റ് വരിക. എക്സാമിന് പോണേന്റെ അന്ന് രാവിലെ ഞാൻ മാമിന് മെസ്സേജ് അയച്ചു, മാം എന്റെ എക്സാം March 9th മാം, അത് പോസ്റ്റ്പോൺ ചെയ്തു. ഞാൻ മാമിന്റെ അടുത്ത് ചോദിച്ചു, അത് കഴിഞ്ഞ് മാം ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പൊ മാം പറഞ്ഞു, അപ്പൊ കുഴപ്പമില്ല, മറ്റേ ക്ലാസ് ഓൾറെഡി തുടങ്ങിപ്പോയി, അതുകൊണ്ട് റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് ചേർക്കാന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഇന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ എനിക്കൊന്നും പറയാനില്ല, ഒത്തിരി സന്തോഷം. എക്സൈറ്റഡ് ആയിരുന്നു അല്ലെ? സ്കോർ ഒന്ന് പറയാമോ? എനിക്ക് റീഡിങ്ങിന് 350, ലിസണിങ് 330, റൈറ്റിംഗ് 360, സ്പീക്കിംഗ് 450. എല്ലാരും കേട്ടല്ലോ അല്ലെ? സ്പീക്കിങ്ങിന് മേടിച്ച ആളാ, എന്നിട്ട് അത് പറയാതെ ഓടുവാ. വന്ദന മാമിന്റെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോ വന്ദന ഒത്തിരി ഭയങ്കരമായിട്ട് ഒത്തിരി കറക്ഷൻസ് ഒക്കെ ശാരി ഇങ്ങനെ പറയണം, ഈ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കും പോലെ അങ്ങനെ ഇരുത്തിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അയ്യോ, ഒരുപാട് സന്തോഷം ഷാരി, ഒത്തിരി സന്തോഷം അല്ലെ? ആണ് സ്പീക്കിങ്ങിന്. സോ മച്ച് മാം. ഒരുപാട് സന്തോഷം. ഈ പ്രാവശ്യം നിങ്ങൾ ഒബ്സർവ് ചെയ്താണ്, ഒരുപാട് പിള്ളേർക്ക് സ്പീക്കിങ്ങിന് അടിപൊളി സ്കോറാ. അപ്പൊ ഞാനൊരു
നാട്ടിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നും അല്ല പഠിച്ച, ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ട് എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ എനിക്ക് ഇതൊന്നും പറ്റത്തില്ല, ഞാൻ നാട്ടിലെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് വന്നു, ഇതൊന്നും എന്നെ കൊണ്ട് നടക്കത്തില്ല, അങ്ങനെയൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം അശ്വതി മാമിന്റെ ഇല്ല നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങൾ ജയിക്കും, അങ്ങനെയൊക്കെ മാം പറയുമ്പോൾ അതൊരു ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. എക്സാമിന് എന്ത് പോണേന്റെ അന്ന് ഞാൻ രാവിലെ മാമിന് മെസ്സേജ് ഇട്ടു, മാം ഞാൻ എക്സാമിന് പോവാണ് പ്രാർത്ഥിക്കണം. മാം അപ്പം വലിയ കുറച്ച് മെസ്സേജ് ഇട്ടു, ഷാരി ഒന്നും പേടിക്കണ്ട, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്താണെങ്കിലും ഷാരിക്ക് കിട്ടും. എനിക്ക് പക്ഷെ എന്നിലൊരു കോൺഫിഡൻസ് ഇല്ല, പക്ഷെ മാമിന്റെ വാക്കിൽ എനിക്കൊരു വിശ്വാസം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. യെസ് മെറീന ജോയ്. ഞാൻ ഫസ്റ്റ് ഇതില് ജോയിൻ ചെയ്തതും ഇപ്പോഴും ഞാൻ ഇരുന്ന് ആലോചിക്കുമായിരുന്നു. ഇപ്പൊ എന്ത് വലിയ കടമ്പയാണ് ഞാൻ കടന്നത്. അന്ന് ഞാൻ കേറിയ സമയത്ത് ഞാൻ എങ്ങനെ കടക്കും എന്നുള്ള ഇതായിരുന്നു. പിന്നെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് ഏറ്റവും പാട് ലിസണിങ്ങും സ്പീക്കിങ്ങും ആയിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഭയങ്കര ഡിപ്രഷൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ വിനോദ് സാറിന്റെ സണ്ണി സാറിന്റെ ഒക്കെ മോട്ടിവേഷൻ ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ക്ലാസ് കഴിഞ്ഞിട്ട് മമ്മിയോടും പറയായിരുന്നു ഇവിടെ ആ മോട്ടിവേഷനിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ ഞാൻ നീതൂസിലെ വേറെ എങ്ങും ഞാൻ പോയിട്ടില്ല, ഇവിടെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ 3 മാസത്തെ കോച്ചിങ് അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് ക്രാഷ് കോഴ്സ് കയറിയിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പൊ എനിക്ക് 3 ബി ഒരു C+ കിട്ടിയിരുന്നത്, റൈറ്റിങ്ങിനായിരുന്നു C+. അപ്പൊ മാം പണ്ട് പറയത്തില്ലായിരുന്നോ, ഇപ്പൊ പല സ്ഥലത്തോട്ട് 3 ബി C+ മതി, പക്ഷെ ഞാൻ എന്റെ പിള്ളേരോട് അത് പറയത്തില്ല, എന്റെ പിള്ളേർക്ക് 4 ബിയും വേണമെന്ന്. അതിന് ഞാൻ റൈറ്റിങ്ങിന് ബി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ബാച്ച് ഇല്ലേ അതിൽ കയറി റൈറ്റിങ്ങിന്, മെറ്റീരിയൽസ് വേറെ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറി അതിൽ അറ്റൻഡ് ചെയ്തു. അതിലാണ് എനിക്ക് 300 ആയിരുന്നു ഫസ്റ്റ് കിട്ടിയത്, അതിൽ നിന്ന് 370 കിട്ടി. 300 ഫ്രം 300 to 370 അല്ലേ? നീതൂസിന്റെ ഓൺ പ്രോഡക്റ്റ് ആണ്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ് മാം. ഞാൻ എന്റെ ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്നാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഇതല്ലാതെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫാമിലി അല്ല കേട്ടോ, എന്റെ പ്രൊഫഷനിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഹാപ്പിയാ, വീട്ടില് സമാധാനം. അനുഷ ഷജു. അനുഷ പറ, എന്താ പറയുന്നത്? എക്സൈറ്റഡ് ആണോ? യെസ് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയണ്ടേന്ന് അറിയില്ല. നിതൂസ് ഫാമിലിയുടെ പാട്ടാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മാഡത്തിനോട് മാത്രമല്ല, മാഡത്തിന് എൻറ്റയർ ആയിട്ടുള്ള ടീമിനോടും വളരെ താങ്ക്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഈച്ച് ആൻഡ് എവറി ഒരാളെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഈച്ച് ആൻഡ് എവറി വൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്, സപ്പോർട്ടിംഗ് ആണ്. നമ്മുടെ ഏതൊരു സാഹചര്യത്തിലും അത്ര സപ്പോർട്ടിംഗ് ആയിട്ട്, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട്, എന്താ പറയാ, വളരെ ടേക്ക് കെയർ ചെയ്തിട്ട് നമ്മുടെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മളെ ഫർദർ മൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് എല്ലാവരോടും താങ്ക്സ്. മാഡത്തിനോട് മാത്രമല്ല, എന്റെ ഫാമിലിനോട്, മാഡത്തിന്റെ അതുപോലെ ഈ ഫാമിലിയുടെ ഒരു പാട്ടാകാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. യെസ് ലവീന. യെസ് വളരെ നന്ദിയുണ്ട് മാം, വളരെ നന്ദിയുണ്ട്. ആദ്യമായിട്ട് എന്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ദിസ് വാസ് മൈ 4th attempt. എനിക്ക് എപ്പോഴും സ്പീക്കിങ്ങും ലിസണിങ്ങും വളരെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബി സ്കോർ കിട്ടുമായിരുന്നു. റൈറ്റിംഗ്, റീഡിംഗ് ആയിരുന്നു എന്റെ ചാലഞ്ചിങ് ആയിട്ടുള്ള മോഡ്യൂൾസ്. ഇടയ്ക്കൊക്കെ ഒരു എന്താ പറയാ, നീതൂസിൽ കയറണോ എന്താ, പലപ്പോഴും ഞാൻ ആക്ച്വലി കുക്കു സാറിനോടാണ് എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്, സർ എപ്പോഴാണ് ക്രാഷ് കോഴ്സ് ചെയ്യാൻ പറ്റുക. ഞാൻ ആക്ച്വലി ക്രാഷ് കോഴ്സ് തുടങ്ങുന്ന തലേ ദിവസമാണ് ഞാൻ ഫീസ് പേ ചെയ്തതും അതിനോടൊപ്പം ഞാൻ കയറുന്നതും. പഠിക്കാൻ തുടങ്ങുന്നതും ജസ്റ്റ് വിതിൻ 20 days ഉള്ള നിങ്ങളുടെ ആ ക്രാഷ് കോഴ്സ് കൊണ്ടാണ് നമ്മൾ അതുപോലെ. കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഐ വാസ് ഫീലിംഗ് ലൈക്ക് ഐ വാസ് എ സ്റ്റുഡന്റ്. ഞാൻ ഒരു സ്റ്റുഡന്റ് ആയിട്ട് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുക, ആ ഉള്ള ഒരു രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്തതും. പണ്ടത്തെ ആ സ്കൂൾ ലൈഫിലേക്കാണ് ഞാൻ തിരികെ പോയത്. സ്ട്രിക്ട്നെസ്സും എല്ലാ രീതിയിലും സപ്പോർട്ടീവ് ആയിട്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സും. ഒരാളെ നമുക്ക് പറയാൻ പറ്റത്തില്ല, എല്ലാവരും ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു. എസ്പെഷ്യലി എന്റെ റീഡിങ്ങിലാണെങ്കിലും എന്റെ ലൈവ് ക്ലാസ്സസ് വിനോദ് സാറുടെ മറക്കാൻ പറ്റത്തില്ല. ആ ക്ലാസ്സസ് ആണെങ്കിലും ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിറ്റി മാം ആണെങ്കിലും നമ്മുടെ ലിസണിങ് ക്ലാസ്സസിലാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അശ്വതി മാം, അഡ്മിൻ ആയിട്ടിരിക്കുന്ന അശ്വതി മാഡമിനോട് ഒരുപാട് നന്ദിയുണ്ട്. അതിലും ഇതിൻ്റെ അകത്ത് പറഞ്ഞു നമ്മളെ എങ്ങനെയാണ് എൻകറേജ് ചെയ്തതെന്ന്. ദാറ്റ് പോസിറ്റീവ് വേർഡ്സ് വെർ വെരി ഓവർവെൽമിങ് ആൻഡ് ഹെൽപ്ഫുൾ.
ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ റൈറ്റിങ്ങിനും എനിക്ക് ലാസ്റ്റ് ആകുമ്പോഴാണ് എനിക്ക് ആക്ച്വലി എന്റെ ഒരു ട്രാക്കിലേക്ക് ഞാൻ വന്നത്. റൈറ്റിങ്ങിലൊക്കെ ഉള്ള ഒരു റിക്വയർഡ് സ്കോർ. സോ ഐ ഗോട്ട് all B this time. I'm really grateful and thankful to you all. നീതൂസ് ഫാമിലിയിലുള്ള എല്ലാ ടീം മെമ്പേഴ്സിനും എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. Tell me, Sophia. യെസ് മാം, ഒത്തിരി സന്തോഷമുണ്ട് മാം. എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി സ്ട്രഗിൾ ചെയ്ത മാം പഠിക്കാൻ ആരംഭിച്ചത്. ഡെലിവറി കഴിഞ്ഞ് ഒരു മാസമുള്ള കൊച്ചിനെ ഇട്ടിട്ടാ പഠിച്ചുകൊണ്ടിരുന്നേ. ഒരുപാട് ഒത്തിരി ബുദ്ധിമുട്ടിയാ പഠിച്ചത്. അപ്പോഴും എനിക്ക് റിസൾട്ട് വന്നപ്പോ റീഡിങ്ങും റൈറ്റിങ്ങും 360 വെച്ച് കിട്ടി. ലിസണിങ് 300 ആയിരുന്നു. അപ്പൊ സ്പീക്കിംഗ് എനിക്ക് 340 സ്റ്റക്ക് ആയിപ്പോയി. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ ഇതിനു മുമ്പ് അറ്റംപ്റ്റ് ചെയ്തപ്പോ എനിക്ക് സ്പീക്കിംഗ് ഒരിക്കൽ പോലും എന്റെ ഇതായിട്ടില്ല. അപ്പൊ എനിക്ക് ഇപ്പൊ ഇത്തവണ എന്താണ് ഒരു അയർലൻഡ് സ്കോർ വന്നപ്പോ ദൈവം അങ്ങനെ ചെയ്തെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ ഞാൻ അനീഷ് സാറിനോടും എല്ലാരോടും വിളിച്ചു വെച്ചപ്പോ എല്ലാരും എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു. എല്ലാരും പറഞ്ഞു റിവാലുവേഷൻ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും എന്ന് പറഞ്ഞു. അവരുടെ എല്ലാ സപ്പോർട്ട് കാരണം ഞാൻ അത് റിവാലുവേഷൻ കിട്ടി മാം. 370 ഉണ്ട്. From 340 to 370 in revaluation അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട് മാം. എങ്ങനെ പറയണ്ടെന്ന് അറിയത്തില്ല. ഞാൻ മാഡത്തിന് പേഴ്സണലി മെസ്സേജ് അയച്ചപ്പോ മാമിനോട് പറഞ്ഞിരുന്നു നമുക്ക് വിന്നേഴ്സ് മീറ്റിൽ കാണാമെന്ന് മാം പറഞ്ഞിരുന്നു. എപ്പോഴും വിന്നേഴ്സ് മീറ്റ് ഓരോരുത്തരുടെയും കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്കിങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് ചേർന്നത്. സാധിച്ചു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. കാരണം അങ്ങനെ ഒരു കൊച്ചിനെ, ഒരു മാസം പ്രായമുള്ള കൊച്ചിനെ ഇട്ടിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. സൺസാറിന്റെ ഒക്കെ ഗ്രാമർ ക്ലാസ്സിൽ കയറുമ്പോ സാർ എന്നോട് ചോദിക്കും സോഫി അവിടെ എന്തെടുക്കുക, സോഫി അവിടെ. കൊച്ചു കരഞ്ഞോണ്ടിരിക്കുവായിരിക്കും. ഞാൻ ചിലപ്പോ അതിനെ എടുത്ത് കൈ പിടിച്ചിട്ടായിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം. എല്ലാവരും മുമ്പിൽ സാറിങ്ങനെ ചോദിക്കും. പിന്നെ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല, സാറപ്പം എന്നെ പേഴ്സണലി സംസാരിക്കണമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ സാറിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വിനോദ് സാറിന്റെ ക്ലാസ് ഒരു രക്ഷയില്ല മാം. 3 മണിക്ക് ഞാൻ ഒരു ദിവസം പോലും ലൈവ് മിസ് ചെയ്തിട്ടില്ല. പിന്നെ സ്പീക്കിംഗ് ക്ലാസ് ആണെങ്കിലും മാഡത്തിന്റെ ക്ലാസ് ലൈവ് ഞാൻ എപ്പോഴും 8 o'clock ഞാൻ അറ്റൻഡ് ചെയ്യും. മാഡത്തിന് കാണാപ്പാടാണ് എന്റെ പേര്. ഞാൻ ഇനി റിമെമ്പർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു തുടങ്ങും ഞാൻ ഗുഡ് ഈവനിങ് പറയുമ്പോഴേ. അതൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ ഭയങ്കര സന്തോഷം തോന്നുന്നു. Stini Maria Stephen. Stini, tell me Stini. മാം, എന്റെ കൂടത്തെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയായിരുന്നു. എനിക്ക് കുറെ ജോലിയിലൊക്കെ കുറെ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ പാസ്സായിട്ട് നീതൂസിൽ പഠിച്ച് പാസ്സായിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ചേച്ചിയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പം പെട്ടെന്ന് കൊണ്ട് കിട്ടുമോന്നൊക്കെ ഒരു സംശയമായിരുന്നു നമുക്ക് അഡ്മിഷൻ. പക്ഷെ എന്നാണെങ്കിൽ എന്റെ ലക്കിന് കിട്ടി. അങ്ങനെ ഞാൻ ക്രാഷ് കോഴ്സ് ആയിരുന്നു എടുത്തത്. ഞാൻ എന്റെ 3rd അറ്റംപ്റ്റ് ആണ്. ഇതിനു മുമ്പ് ഞാൻ 2 year ബാക്ക് ആയിരുന്നു എക്സാം എഴുതിയത്. അപ്പൊ എനിക്കത് പിന്നെ ആകെ ഒരു ടച്ചും ഇല്ലാതിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ ക്രാഷ് കോഴ്സ് ആയിരുന്നെങ്കിലും എല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും എല്ലാ ടിപ്സും എല്ലാം നന്നായിട്ട് ക്രാഷ് കോഴ്സിൽ കൂടെ ആണെങ്കിലും മനസ്സിലാക്കാനും ഒക്കെ പറ്റി. പക്ഷെ എക്സാം അറ്റൻഡ് ചെയ്ത ദിവസം ലിസണിങ്ങും റീഡിങ്ങും ഭയങ്കര ടഫായിരുന്നു. ഞാന് ഇത് പ്രതീക്ഷിച്ചില്ല. പിന്നെ പക്ഷെ റൈറ്റിങ്ങും സ്പീക്കിങ്ങും എനിക്ക് ഉറപ്പായിരുന്നു. കാരണം മാം പറഞ്ഞു തന്ന ആ ഒരു രീതി വെച്ചിട്ട് ഞാൻ ലെറ്റർ എഴുതിയപ്പോ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും 350 ഉറപ്പായിട്ടും കിട്ടുമെന്ന്. എനിക്ക് റൈറ്റിംഗ് ഉറപ്പായിരുന്നു മാം. അതുപോലെ ഒരു നല്ല രീതിയായിരുന്നു മാം പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച്. എന്റെ ടീമിനോടുള്ള താങ്ക് യു ആണ് ഞാൻ പറയാണ്. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം സ്റ്റിനി, ഒത്തിരി സന്തോഷം. ഹായ് നിനി, പറഞ്ഞോളൂ. താങ്ക് യു മാം. എനിക്ക് അയർലൻഡ് സ്കോർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ 400 ഉണ്ടായിരുന്നു. പിന്നെ 400 സ്പീക്കിംഗ്. യെസ്. പിന്നെ റീഡിങ് 370, റൈറ്റിംഗ് 350, ലിസണിങ് ആണ് എനിക്ക് കുറഞ്ഞത് 330 ആയി. 320 ആയി. 30 മാർക്കിന്റെ ഒരു കുറവ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് അറ്റൻഡ് ചെയ്യണേ. അപ്പം ഞാനൊരു 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു എക്സാം എഴുതുന്നത്. 15 വർഷങ്ങൾക്ക് ശേഷമോ? അതായത് ഞാൻ പഠിച്ചിറങ്ങിയപ്പം IELTS എഴുതിയായിരുന്നു. പക്ഷെ എനിക്കത് കിട്ടില്ല. അതിനുശേഷം അത് വിട്ടു. പിന്നെ MOS എഴുതി. അങ്ങനെ ഞാൻ ഇവിടെ ആയിരുന്നു, വിദേശത്തായിരുന്നു. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്യുമ്പോ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും
ഒന്നും അറിയില്ലായിരുന്നു. ഓക്കെ പിന്നെ തുടക്കം തന്നെ വിനോദ് സാറിന്റെ ക്ലാസ്സിൽ കയറണോ വേണ്ടെന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ പുള്ളിനെ ശരിക്കും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാറിന്റെ കുറെ ടിപ്സും അതുപോലെ റീഡിങ്ങിനായാലും ലിസണിങ് ആയാലും മാഡംസിന്റെ എല്ലാ ടിപ്സും പിന്നെ റൈറ്റിംഗ് എനിക്കാണെങ്കിൽ അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് ഒന്നല്ല പഠിച്ചത്. അപ്പം സെന്റൻസ് മേക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം മാഡം ആയിരുന്നു എന്റെ. ഇപ്പം മാഡം കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ സ്പീക്കിംഗ് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അതുപോലെ അഡ്വാൻസ് ബാച്ചിൽ ഇന്റൻസീവ് ബാച്ചിൽ മാഡംസ് എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അങ്ങനെ അവരുടെ സഹായം കൊണ്ട് ഞങ്ങൾ എത്തിപ്പെട്ടു. ഗുഡ് ഈവനിങ് മാം. യെസ്, ഗുഡ് ഈവനിങ്. താങ്ക് യു മാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണത്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഓക്കെ ആദ്യം നീതൂസിൽ ചേർന്നു. എനിക്ക് കൊറേ പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ള ഇതില് ഞാൻ ഇരിക്കണത്. അത്രയ്ക്ക് അതുകൊണ്ട് എനിക്ക് OET എന്താന്നുള്ളൊരു ധാരണ പോലും എനിക്ക് ഇല്ല എന്നുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് നീതൂസ് അക്കാദമിയിൽ കണ്ടതും മാഡത്തിന്റെ വേർഡ്സ് ഒക്കെ കേട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് OET പഠിക്കണം, നീതൂസ് അക്കാദമിയിൽ ഞാൻ ചേരണം എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ ചേർന്നോളൂ എന്ന് പറഞ്ഞു. ഹസ്ബൻഡിന്റെ മോൾക്ക് മാത്രം അറിയുള്ളൂ ഞാൻ OET പഠിച്ചതും എക്സാം എഴുതിയതൊക്കെയും. റിസൾട്ട് വന്നതിന് ശേഷമാണ് എല്ലാരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് OET പാസ്സായി എന്നുള്ളത്. അത് ഈ ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ എടുത്ത തീരുമാനങ്ങളിലെ ഏറ്റവും നല്ലൊരു തീരുമാനം നീതൂസ് അക്കാദമിയിൽ ചേർന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സന്തോഷം. ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്കോർ? റൈറ്റിംഗ് 380. 380 റൈറ്റിംഗിനാണ് ഏറ്റവും കൂടുതൽ സ്കോർ അല്ലേ? യെസ്, ഓക്കെ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, മൂവ് ഓൺ വിത്ത് നിരഞ്ജന. യെസ് നിരഞ്ജന. മാം ഒരുപാട് താങ്ക്സ് മാം. എല്ലാവരോടും നീതൂസ് അക്കാദമിയിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനോടും എസ്പെഷ്യലി ഓരോരുത്തരെ പേരെടുത്ത് പറയാനുള്ള കാര്യം എല്ലാവരും. കാരണം ഞാൻ ലാസ്റ്റ് 2 years ആയിട്ട് നീതൂസ് തന്നെയാണ് പഠിച്ചത്. ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് കിട്ടിയില്ല. ഞാൻ വല്ലാണ്ട് ഡിപ്രസ്ഡ് ആയി പോയായിരുന്നു കിട്ടാതിരുന്നപ്പം. കാര്യം എനിക്ക് ബാക്കി 3 modules കിട്ടി, ലിസണിങ് മാത്രം കിട്ടിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റിലും സെയിം അതുപോലെ റിപ്പീറ്റഡ് ആയി. അപ്പൊ ലിസണിങ് മാത്രമായിരുന്നു മെയിൻ പ്രശ്നം. അപ്പം എസ്പെഷ്യലി ഇപ്പം സ്മിത മാം ആയാലും എന്നെ പഠിപ്പിച്ച എല്ലാവരും, ക്ലറീന മാം ആയാലും അഞ്ജലി മാം ആയാലും അനീഷ് സാർ ആയാലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനീഷ് സാറിന്റെ അടുത്തൊക്കെ എന്ത് ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ലാസ്റ്റ് 2 year മുന്നെയാണ് ഫസ്റ്റ് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തത്, 3 month കോഴ്സ്. അതിനുശേഷം ബാക്കി 2 അറ്റംപ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് എക്സാം ബാച്ചിലായാലും ക്രാഷ് ചെയ്തപ്പോഴായാലും എല്ലാ സപ്പോർട്ടും നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എക്സാം എഴുതിയപ്പം ഈ ക്ലബിംഗ് സ്കോർ കിട്ടി ന്യൂസിലാൻഡ്. അത് കഴിഞ്ഞ് ഇപ്പം എന്നോട് ജസ്റ്റ് ഒന്ന് റീവാലുവേഷൻ ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം അനീഷ് സാർ ആയാലും പിന്നെ കാജൽ മാം ആയാലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സൈഡിൽ നിന്ന് അവര് തന്ന ഒരു കോൺഫിഡൻസിലാണ് റീവാലുവേഷൻ കൊടുത്തതും റിസൾട്ട് വന്നത് മാം. ഇപ്പം കറന്റ് ന്യൂസിലാൻഡ് സ്കോറും ഉണ്ട്, അയർലൻഡ് സ്കോറും കിട്ടി. 3 സ്ഥലത്തിൽ എവിടെ വേണമെങ്കിലും പോവാം. സോ ഭയങ്കര നമ്മുടെ ചോയ്സ് ആണ് അല്ലേ? അടിപൊളി. ഒരുപാട് കാരണം 2 വർഷമായിട്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. റിയലി എന്താ പറയുക, മനസ്സെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നന്ദി. ഓക്കെ, യെസ് അയാന ഇന്ദിര. യെസ് അയന. ഭയങ്കര സന്തോഷം മാഡം. ഞാൻ എപ്പോഴും മാഡത്തിന്റെ ഫസ്റ്റ് ഞാൻ നവംബർ ബാച്ചിലായിരുന്നു അഡ്മിഷൻ എടുത്തിരുന്നത്. അപ്പൊ എന്റെ ഒരു ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വൈഫ് വഴി ഞാൻ അറിഞ്ഞത് നീതൂസ് അക്കാദമി. അപ്പം അങ്ങനെ വന്നു. പിറ്റേ ദിവസം തന്നെ പിന്നെ തിങ്ക് ചെയ്തില്ല, വന്നു പിറ്റേ ദിവസം തന്നെ അഡ്മിഷൻ എടുത്തു. അപ്പൊ പറഞ്ഞു നവംബർ ഫസ്റ്റ് തൊട്ട് ക്ലാസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ 3 month കോഴ്സ് അറ്റൻഡ് ചെയ്തു. എനിക്ക് ആദ്യം ഒരു 2 മാസത്തോളം വേറൊരു അക്കാദമി പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എക്സാം എഴുതാൻ ഡേറ്റ് എടുത്തിട്ടേ ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു പ്രഗ്നന്റ് ആയി. പിന്നെ അത് ഒരു ഇടവേള കഴിഞ്ഞിട്ടാണ് ഡെലിവറി കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് കുഞ്ഞിന്റെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ആലോചിച്ചു ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്നാലും എനിക്ക് പേടിയായിരുന്നു, കിട്ടുമോ. എന്റെ ഫ്രണ്ട്സ് എല്ലാം പോയി. അപ്പൊ അവരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോ എപ്പോഴും ഞാനും പഠിച്ചതല്ലേ, എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ കണ്ട് അപ്പൊ പിന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഇതേപോലെ നീതൂസിൽ അഡ്മിഷൻ എടുത്തു. അത് കഴിഞ്ഞു മാഡത്തിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ അത് കഴിഞ്ഞിട്ടുള്ള ഇന്നേഴ്സ് മീറ്റ് ഞാൻ കാണുമ്പോ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശ്വര എനിക്ക് ഇതുപോലെ മാമിന്റെ ഇന്നേഴ്സ് മീറ്റിൽ ആളായിട്ട് വന്നിരിക്കാൻ പറ്റണേ, അതിനൊരു ഭാഗ്യം തരണേ എന്നൊക്കെ. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. പിന്നെ എനിക്ക് പറയാനുള്ള, എനിക്ക് റീഡിങ് ഭയങ്കര ടഫായിരുന്നു.
അപ്പൊ വിനോദ് സാറിന്റെ ക്ലാസ് ഭയങ്കര കിട്ടുമായിരുന്നു. ഞാൻ എല്ലാ ലൈവും അറ്റൻഡ് ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് എ പാർട്ടിന്റെ ആയാലും ആ മെത്തേഡും പിന്നെ ബി പാർട്ടും രണ്ടും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ ആ പേടി മാറിയതും സാറിന്റെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത. പിന്നെ സ്പീക്കിംഗ് ആയിരുന്നു രണ്ടാമത്തെ വലിയ. പിന്നെ അപ്പോ മേഡം എപ്പോഴും പറയത്തില്ല, നമ്മൾ പൈസ കൊടുത്ത് കിട്ടുന്ന നമ്മളല്ലേ, നമ്മൾ എന്തിനാ പേടിക്കുന്നെങ്കിൽ അവരെ കാണാൻ പോകുന്നില്ലല്ലോ. ആ വേർഡ്സ് ഒക്കെ ആയിരുന്നു മേഡം എനിക്ക് അന്നേരം മുന്നിൽ വന്നു. എന്തായാലും നമ്മളിനി കാണാൻ പോകുന്നില്ല, അങ്ങനെ തട്ടുവിട, അങ്ങനെയുള്ള രീതിയിൽ ഒരു സമാധാനം അങ്ങനെ ആയിട്ടാ പോയത്. എത്രയാണ് സ്പീക്കിങ്ങിന്? താങ്ക് യു മാം. 380 മാം. 380 ആണ്. ഓക്കെ, അടിപൊളി. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. We will move on with Indira. Yes, Indira, unmute your audio. Good evening, ma'am. Good evening, good evening. ഇത് എന്നോട് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇല്ല. ഇത് I have already attempted lots. But at last I thought, okay, it's my last attempt, we can try it. Then I have after that only I contact Teachers Academy. And Kuku sir, I have told all my scores before scores, previous scores. Kuku sir told me to join the crash course. Then I have joined. My toughest module is listening. So always I practice listening only. While the exam, I feel easy for the listening. I hear all the answers, but I don't know how it's happened. 330. But even though I got ILM score, ma'am. Speaking also I got 340, 330. But during the previous exams, during the practice time, my previous ma'am told you speak well, but when the result came, I will get 340 or 330. But this time I got 400. I never imagined this mark, ma'am, in speaking. And I think your class evening 9 p.m. when you are come with this Zoom section, I got this much mark, ma'am. I really thank you. Thank you so much. So you got 400 in speaking, right? Okay, God bless you. Yes, Anjita. Kekam Anjita. Yes, ma'am. Yes, ma'am. Anjita. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മാമിനോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. ഇങ്ങനൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തതിന് തന്നെ. വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വിന്നേഴ്സ് മീറ്റിൽ വന്നിട്ട് ഒരു ബ്ലെസ്ഡ് അക്കാഡമിയാണ്. ശരിക്കും പറഞ്ഞാൽ അതാ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ആദ്യം തന്നെ. അപ്പോഴത്തേക്കും ഞാനും വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് വന്നത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ സണ്ണി സാറിനോട് നന്ദി പറയാനുണ്ട്. സാറ് പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഒരിക്കലും ദൈവം നമുക്കത് എംപ്റ്റി ഹാൻഡ് ആയിട്ട് തരത്തില്ല എന്ന്. അങ്ങനെ ഒരു വാക്കിലാണ് ഞാൻ എപ്പോഴും ഉറച്ചു നിന്നത്. ഒരുപാട് ഞാൻ ഇങ്ങനെ മാമിന് മെസ്സേജ് അയക്കും, മാം എനിക്ക് ഡൗൺ ആവുന്ന സമയത്തൊക്കെ, മാം എനിക്ക് പറ്റുന്നില്ല, ഇതുപോലെ ഭയങ്കര ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക, എക്സാം എടുത്ത് വരുമ്പോൾ മാം പറയും ഒരിക്കലും ടെൻഷൻ ആവരുത്, പാനിക്കാവരുത്. അങ്ങനെ ഒരുപാട് മെന്റൽ സപ്പോർട്ട് തന്നിട്ടുണ്ട് അശ്വതി മാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം അഞ്ജിത. ഞാൻ എപ്പോഴും വിളിക്കാറുള്ള ഒരു പേരായിരുന്നു അല്ലെ? യെസ്. ഓക്കെ, ഒത്തിരി സന്തോഷം കേട്ടോ. യെസ്. അപ്പൊ വീണ്ടും നീതൂസിന്റെ ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ് അല്ലെ, എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്ന് ഇത്ര സമയം ഇല്ലാത്തപ്പോഴും നിങ്ങൾ വന്നു അല്ലെ. പുറത്തൊക്കെ എവിടേക്കോ മഴയൊക്കെയാണ്, അതാണ് നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂ എന്ന് എനിക്ക് തോന്നണം. സോ നിങ്ങൾ വന്നു, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഒരുപാട് പേരെ ഇന്നത്തെ ഒരു വിന്നേഴ്സ് മീറ്റ് കൊണ്ട് നിങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പുറത്ത് നിൽക്കുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആണ് ഓരോ എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന വിന്നേഴ്സ് മീറ്റ് അല്ലെ? യെസ്, ടു ബി കണ്ടിന്യൂഡ് അല്ലെ? ഉറപ്പായിട്ടും ഒരുപാട് ആളുകൾ വെളിയിലുണ്ട്. ഇന്നത്തെ വിന്നേഴ്സ് മീറ്റ് കാണുന്ന ഒരുപാട് ആളുകളായിരിക്കും നാളത്തെ വിന്നേഴ്സ് മീറ്റിൽ വന്ന് അടുത്ത ആളുകളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് പോണേ. യെസ്, ഇതിൽ തന്നെ നിങ്ങൾ തന്നെ ഒത്തിരി പേര് പറഞ്ഞു അല്ലെ, വിന്നേഴ്സ് മീറ്റ് കണ്ടു, സോ അന്ന് വരാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചു അല്ലെ. യെസ്, ഫോട്ടോ വരുമോ എന്ന് വിചാരിച്ചു എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞു. ഒരുപാട് സന്തോഷം. സോ God bless you everyone. Okay, bless you all. So ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടുള്ള, ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോവാൻ നീതൂസിനെ ഉണ്ട്. അതിന് നീതൂസിന് വേണ്ടി നിങ്ങൾ തരുന്ന എനർജിയും സപ്പോർട്ടും ലവ് ആൻഡ് കെയറും ഒന്നും ചെറുതല്ല. ഓക്കെ, ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. നിങ്ങളുടെ ജേർണിയിൽ, ഇനി അങ്ങോട്ടുള്ള ജേർണിയിൽ ഉറപ്പായിട്ടും ഈ ഫാമിലിയിലെ എല്ലാ ആളുകളും ഉണ്ടാവും അല്ലെ. ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോണില്ല. നിങ്ങൾ ഇനി എത്തേണ്ട സ്ഥലത്ത് എത്തി അല്ലെ. UK ആണെങ്കിലും മെർലൻഡ് ആണെങ്കിലും ന്യൂസിലാൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും എത്തി. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, നിങ്ങളുടെ ഫാമിലി നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന
എയർപോർട്ടിൽ റിസീവ് ചെയ്യുന്ന റീൽസിന്റെ ലിങ്ക് കാണുന്നത് വരെ വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് സ്പെഷ്യൽ മൊമെന്റ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇനിയും ജേർണി ഇങ്ങനെ തന്നെയാണ്, ഇത് മുന്നോട്ട് പോകണം. ഗോഡ് ബ്ലെസ് യു എവ്രിവൺ. ഓക്കെ, താങ്ക് യു സോ മച്ച്. God bless you. Needus Academy, India's #1 language academy.